ക്രിക്കറ്റിനെ ഒരു മതമായിട്ടും ആ ഒരു മതത്തിലെ ഒരു ഏറ്റവും വലിയൊരു ദൈവമായിട്ടും സച്ചിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ പോരാളികൾ എന്ന് നമ്മൾ IPL തുടങ്ങിയ സമയം മുതൽ വിശേഷിപ്പിച്ചിട്ടുള്ള നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ കളി. അപ്പം പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 മുതൽ ഈ ദൈവത്തിൻ്റെ പോരാളികൾ എന്നും ആദ്യത്തെ കളി തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം 5 ടൈംസ് 5 ടൈംസ് IPL ചാമ്പ്യന്മാരൊക്കെയാണ് മുംബൈ ഇന്ത്യൻസ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവർ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒട്ടുമിക്ക സമയം, അതായത് 2012 മുതൽ ഞാൻ പറഞ്ഞ പോലെ IPL ആദ്യത്തെ കളി തോറ്റുകൊണ്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മുന്നോട്ട് കുറച്ച് ടൈറ്റ് ഗെയിംസ് ഒക്കെ ആയി എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ പ്ലേ ഓഫും കഴിഞ്ഞ് ഒട്ടുമിക്ക സമയം പ്ലേ ഓഫ് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ കപ്പടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ടീമും ലേലം കഴിഞ്ഞാൽ പിന്നെ, അതായത് ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ നല്ലൊരു പേസ് അറ്റാക്ക് കിട്ടിയെന്ന് കരുതിയ KKR-ഉമായിട്ടാണ് ഇന്ന് അവരുടെ ആദ്യത്തെ മത്സരം. അപ്പം KKR-നെ പറ്റി പറയുവാണെങ്കിൽ ഇവർ ആദ്യം ബംഗ്ലാദേശിൻ്റെ മുസ്തഫിർ റഹ്മാനെ സൈൻ ചെയ്തു. അപ്പം ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം അവർക്ക് പുള്ളിയെ റിലീസ് ചെയ്യേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇവർ പിടിച്ച നമ്മുടെ ശ്രീലങ്കയുടെ നമ്മുടെ മറ്റേ CSK-യിലുണ്ടായിരുന്ന ബോളർ പുള്ളിയും പരിക്ക് കാരണം NOC കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം പുള്ളിയുടെ ഒരു ഒട്ടുമുക്കാൽ സീസണും മിസ്സാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഹർഷിത് റാണ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ പറ്റിയ പരിക്ക് കാരണം ഇതുവരെയും റിക്കവർ ആയിട്ടില്ല. അപ്പം പുള്ളിക്കും ഫുൾ സീസൺ മിസ്സാവും. അപ്പം ഏറ്റവും നല്ലൊരു ശക്തമായ ഒരു പേസ്നറിൽ നിന്ന് ഒന്നുമല്ലാത്തൊരു പേസ്നറിയിലേക്ക്, ഒരു ഓർഡിനറി പേസ്നറിയിലേക്ക് വന്നൊരു ടീമാണ് KKR. ഇങ്ങേ സൈഡിൽ മുംബൈ ഇന്ത്യൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ്. അതായത് നമുക്ക് ഓപ്പണിംഗ് നോക്കിയാൽ തന്നെ അറിയാം, രോഹിത് ശർമ്മ. അത് കഴിഞ്ഞാൽ പിന്നെ രോഹിത് ശർമ്മയ്ക്ക് പാർട്ട്ണറായിട്ട് വരാൻ പോകുന്ന ഒന്നെങ്കിൽ ഡീകോക്ക് അല്ലെങ്കിൽ റിക്കിൾട്ടൺ. അത് കഴിഞ്ഞാൽ പിന്നെ വൺ ഡൗൺ ആയിട്ട് മോസ്റ്റ്ലി തിലക് വർമ്മയായിരിക്കും വരുന്നത്. അപ്പം വേൾഡ് കപ്പിൽ ഉൾപ്പെടെ പുള്ളി വളരെ ലോ സ്ട്രൈക്ക് റേറ്റിൽ ആദ്യം ആ ഒരു പൊസിഷനിൽ കളിച്ചു കഴിഞ്ഞിട്ട് മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ഫിനിഷറിൽ വന്നപ്പോഴത്തേന് വളരെ വ്യത്യസ്തമായിട്ടൊരു തിലക് വർമ്മയെ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് വീണ്ടും തിലക് വർമ്മയെ, ആ ഒരു റോളിലേക്ക് തിലക് വർമ്മയെ വീണ്ടും പുഷ് ചെയ്യുമോ അതോ പുള്ളിയുടെ ഫേവറേറ്റ് ആയ വൺ ഡൗണിൽ തന്നെ കളിപ്പിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് തന്നെയാണ് സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ. അതങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബുംറ, ബോൾട്ട്, അങ്ങനെ വളരെ ശക്തമായൊരു ബോളിംഗ് നിരയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ടീം എതിരെ കളിക്കാൻ പോകുന്നത് ഭയങ്കരമായിട്ടും കോൺഫിഡൻസ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി പോരായ്മകളുള്ള ഒരു KKR-ഉമായിട്ടാണ്. പക്ഷേ KKR-നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പറയുവാണെങ്കിൽ, KKR-ന്റെ പോസിറ്റീവ് പറയുവാണെങ്കിൽ അവർക്ക് അവരുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ തന്നെയാണ് ഏറ്റവും മികച്ചൊരു പോസിറ്റീവ്. പുള്ളി ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പിച്ച് കൂടിയാണ് വാങ്കഡയിലെ പിച്ച്. ഇന്ന് കളി നടക്കുന്നത് വാങ്കഡയിലാണ്, മുംബൈയിലെ. ആ ഒരു പിച്ച് പുള്ളിക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നൊരു പിച്ചാണ്. അപ്പം പുള്ളി ആദ്യം നല്ല സ്റ്റഡി ആയിട്ട് നിന്ന് മിക്കവാറും പുള്ളിയുടെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഏതർ ടിം സിഫേർട്ട് അല്ലെങ്കിൽ ഫിൻ അലൻ ആയിരിക്കും. അപ്പം വേൾഡ് കപ്പിൽ നമ്മൾ ന്യൂസിലൻഡ് കണ്ട പോലെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിപ്പിക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം രണ്ട് ബാറ്റ്സ്മാൻമാർ ഓവർസീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾറൗണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ബോളറിൻ്റെ കോട്ട അവർക്ക് നഷ്ടം. അതുകൊണ്ട് അവർ അങ്ങനെ റിസ്ക് എന്തായാലും എടുക്കില്ല. അപ്പം ഒന്നെങ്കിൽ സിഫേർട്ട് അല്ലെങ്കിൽ ഫിന്നലൻ. എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി ഫിന്നലൻ തന്നെയായിരിക്കും കളിക്കുക എന്നുള്ളതാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി രഹാനെ അല്ല ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരാൻ പോകുന്നത് നരേനായിരിക്കും. അപ്പം നരേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ പുള്ളി വളരെ ഓവർ ഹൈപ്ഡ് ആണ്. അതായത് ഗംഭീർ ഉണ്ടായിരുന്ന ടൈമിൽ ഒരു പരീക്ഷണം പോലെ പുള്ളി തുടങ്ങി, പല കളികളിലും പുള്ളി അടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ തന്നെ കണ്ടാൽ നമുക്കറിയാം, പുള്ളി ഒരു എന്താ പറയുന്നത്, ഒരു കോൺഫിഡൻറ്റ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ വരുന്ന എല്ലാ ബോളിനും നല്ലൊരു വീശ്, അപ്പോൾ കൊണ്ടെങ്കിൽ കണക്ട് ആയെങ്കിൽ പോയി, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈലാണ് പുള്ളി ബാറ്റ് ചെയ്യുന്നത്. പിന്നെ ബോളിംഗ് ആണെങ്കിലും ഇപ്പം പുള്ളിയുടെ ഓവേഴ്സൊക്കെ അത്യാവശ്യം ആൾക്കാരെല്ലാം നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിക്കറ്റ് വീഴുന്നില്ല, പക്ഷേ റൺസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ KKR-ന്റെ ബോളിങ്ങിനെ പറ്റി അടുത്തൊരാൾ വരുൺ ചക്രവർത്തി, നമ്മൾ T20 കണ്ടതാണ്. പുള്ളി ഒരു ബിലോ ആവറേജ് ഫോമിലേക്ക് പോയിട്ടും ലീഡിങ് വിക്കറ്റ് ടേക്സിൻ്റെ ലിസ്റ്റിൽ പുള്ളി ടോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് വരുൺ ചക്രവർത്തി. പിന്നെ ഈ സുനിൽ നരേന് നമ്മുടെ രോഹിത് ശർമ്മയൊക്കെ നോക്കി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫേസ് ടു ഫേസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10ന് മുകളിൽ തവണ സുനിൽ നരേൻ രോഹിത് ശർമ്മയെ ഔട്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫേസ് ഓഫ് നമുക്ക് എന്തായാലും പവർ പ്ലേ തന്നെ കാണാൻ പറ്റും. പിന്നെ KKR-ന്റെ ബോളിങ്ങിൽ എനിക്ക് തോന്നുന്നു ബ്ലെസ്സിങ് മുസ്റോണി കഴിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പുള്ളിയെ സിംബാബ്വേയിൽ നിന്ന് സൈൻ ചെയ്തതാണ് KKR ഈ സീസണിൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട്. പിന്നെ ഒരു ഇന്ത്യൻ ബോളർ മിക്കവാറും കാർത്തിക് ത്യാഗി ആയിരിക്കും കളിക്കാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പം കാർത്തിക് ത്യാഗി അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ബൗളർ തന്നെയാണ്. പിന്നെ നമ്മൾ വാങ്കഡയിലെ പിച്ചിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോസിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ പവർ പ്ലേയിൽ ഒരു 2 വിക്കറ്റെങ്കിലും, പവർ പ്ലേ തീരുന്നതിന് മുന്നേ 2 വിക്കറ്റെങ്കിലും പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇപ്പോൾ KKR-ആണ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോൾട്ട് നല്ല രീതിയിൽ തന്നെ ബോൾ സ്വിങ് ചെയ്യിക്കും മുംബൈയിലെ ഒരു പിച്ചിൽ. നമ്മൾ വേൾഡ് കപ്പിൽ കണ്ട പോലത്തെ ഒരു പിച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു ലെഫ്റ്റ് ആം പേസ്, ട്രെൻഡ് ബോൾട്ട്, അങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ വന്നു കഴിയുമ്പം
ഈസി ആയിട്ട് പവർ പ്ലേയിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 വിക്കറ്റ് വരെ KKRന്റെ എടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പം മുംബൈ ചേസാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഈസി വിന്നായിരിക്കും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കളി കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് 2012 മുതലുള്ള മുംബൈയുടെ ആ ഒരു റെക്കോർഡ്, ആദ്യത്തെ കളി തോറ്റുകൊണ്ട് തുടങ്ങുന്ന റെക്കോർഡ് മിക്കവാറും ഇന്ന് തിരുത്തപ്പെടും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ